എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഹാവ്ലോക്ക് ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. ഈ എപ്പിഡോസുകൾ എത്ര ദൂരം പോകുമെന്നല്ലേ, നമ്മൾ കുറച്ച് ദിവസമേ ഉള്ളൂ കേട്ടോ. എന്നാൽ ഇനി ഒരു 1-2 എപ്പിസോഡ് കൊണ്ട് നമ്മുടെ ഹാവ്ലോക്ക് ട്രിപ്പ് അവസാനിച്ച് നമ്മൾ വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പോക്ക് രാധാനഗർ ബീച്ചിലേക്കാണ്. ഇതാണ്, അതായത് പറഞ്ഞു വരുമ്പോൾ ആൻഡമാനിലെ തന്നെ ഏറ്റവും ആൾക്കാർ കൂടുതൽ വരുന്ന ഒരു സ്ഥലം ഹാവ്ലോക്ക് ഐലൻഡാണ്. ഹാവ്ലോക്ക് ഐലൻഡിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം രാധാനഗർ ബീച്ചും എലിഫൻറ്റ ബീച്ചുമാണ്. അപ്പോൾ എലിഫൻറ്റ ബീച്ച് നമ്മൾ ഓൾറെഡി കണ്ടു, അതെന്തായാലും പോയി കണ്ടു നോക്കണേ. പിന്നെ നമ്മുടെ രാധാനഗർ ബീച്ചിലാണ്, അവിടെ കുറേ ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളതെല്ലാം ഫോളോ ചെയ്യണം കേട്ടോ. കാരണം ഇത് ഭയങ്കര വലിയൊരു ബീച്ചാണ്, അത്രയും റഷായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് കുട്ടികളെ ഇവിടുന്ന് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഓർണമെൻറ്റ്സ്, നമ്മുടെ വാല്യുബിൾസ് ഒക്കെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അവിടെ അവർ ലോക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഹയർ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതേപോലെ അവിടെ വാട്ടർ ഐറ്റംസും നല്ല അടിപൊളി ഫുഡും അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാം, വെള്ളത്തിൽ പോകാം, സ്വിം ചെയ്യാം. പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ട് ഇവിടെ സൺസെറ്റാണ്. സൺസെറ്റിന് വേണ്ടി ആ ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന എല്ലാവരുടെ കയ്യിലും ക്യാമറയും ട്രൈപോഡും ഒക്കെ ഉണ്ട്. കാരണം ഈ ആൻഡമാൻ എന്ന് പറഞ്ഞൊരു ട്രിപ്പ് എല്ലാവരും ഒരു മെമ്മറിയിൽ സൂക്ഷിക്കാൻ എന്തായാലും എല്ലാവരും ക്യാമറയും ഒരു ഐഫോണൊക്കെ എന്തായാലും കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഈ സൺസെറ്റിൻ്റെ സമയത്ത് ശരിക്കും ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന പോലെ എനിക്കിവിടെ തോന്നുന്നത്. കാരണം എല്ലാവരും ഒരേ പോയിന്റിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്ത് എല്ലാവരും ഒരേപോലെ വീഡിയോസ് എടുക്കുന്നു. അപ്പം ഒരേപോലെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് സെർച്ച് ചെയ്താൽ കാണാം കേട്ടോ. നമ്മളും നമ്മുടേതായ രീതിയിൽ ചെറിയ രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്തു കേട്ടോ, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഇത് നമ്മുടെയും കൂടെ മെമ്മറി ആക്കണമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. അപ്പം നമ്മൾ നമ്മുടെ ക്യാമറ ഒന്നും എടുക്കില്ല, അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്ന വീഡിയോസൊന്നും ഇന്ന് ഇതിനകത്തേക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു കുളിർമ നൽകുന്ന സ്ഥലമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരയിൽ മൊത്തം വെള്ള മണ്ണാണ്. കരയും കടലും കൂടെ ചേരുന്ന ഭാഗം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ടർക്കോയിസ് ബ്ലൂ കളർ ഇങ്ങനെ കൂടി വന്ന് നേരെ നല്ല ആകാശവും മറ്റേ കടലും കൂടി ജോയിൻ്റ് ആവുന്ന സ്ഥലത്ത് അടിപൊളി നീല കളർ. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു സൈറ്റ്. ഫുള്ള് ആ ഒരു ബീച്ച് ഫുള്ള് നമ്മുടെ 2 അമ്മാവന്മാരിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു ബീച്ചാണ്. സിമ്പിൾ ഒരു അടിപൊളിയാണ്, നമുക്ക് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റുന്ന ഒരു റഷായിട്ടുള്ള ഏരിയ ആണ് ഇത്. ഒത്തിരി ആൾക്കാർ വരും. എനിക്ക് തോന്നുന്നു ഹാവ്ലോക്കിലേക്ക് വരുന്ന എല്ലാവരും അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. പക്ഷേ ഇന്ന് ഇവിടെ വരാത്തവർ വേറെ സ്ഥലങ്ങളിൽ സ്പ്രെഡഡ് ആണല്ലോ, എന്നാലും ഇവിടെ ഭയങ്കര റഷാണ്. വളരെ പെട്ടെന്ന് തന്നെയാണല്ലോ ഇവിടുത്തെ സൺസെറ്റും സൺറൈസും ഒക്കെ. അപ്പോൾ സൺസെറ്റ് ആവാനായി ഒരുവിധം എല്ലാവരും കടലിൽ നിന്ന് കയറി. കാരണം ഇവിടെ കുറച്ച് ടൈമിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ടൈമിങ് കഴിഞ്ഞ് അവിടുന്ന് അവർ വിസിലടിക്കാനും നമുക്ക് അനൗൺസ്മെൻറ്റ് തരാനും ഒക്കെ തുടങ്ങും. അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് കയറണം, കടലിൽ നിന്ന് തിരിച്ച് കയറണം. പിന്നെ ഇത് ലോക്ക് ചെയ്തിടുന്ന സ്ഥലമാണ്, എല്ലാവരെയും പുറത്താക്കിയിട്ട് ലോക്ക് ചെയ്യും കേട്ടോ. ബീച്ചിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ കുറച്ച് പർട്ടിക്കുലർ ടൈമുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. ഓരോരുത്തർ ഓരോ രീതിയിൽ ഫോട്ടോസ് എടുക്കുന്നത് കുറേ നേരം കണ്ടു നിന്നു. അതിനിടയ്ക്ക് നമ്മൾ കുറച്ചൊന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പോയിട്ട് ഫുഡ് കഴിച്ചിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയത്. ഇപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് കയറി തോർത്തി കഴിഞ്ഞിട്ടാണ് ഈ ഒരു സൺസെറ്റിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. സൺസെറ്റിൻ്റെ വീഡിയോ നമ്മൾ കാര്യമായിട്ട് ആരെടുക്കാൻ നിന്നാലും ഇത് നേരെ കടലിലേക്ക് ഇങ്ങനെ താന്നു പോകുന്നത് കാണാൻ പറ്റില്ല. മിക്കപ്പോഴും ഈ മേഘം വന്നിട്ട് ഇടയ്ക്ക് നിന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. അതാണ് എൻ്റെ വീഡിയോയിൽ എപ്പോഴും സംഭവിക്കുക. സൺറൈസ് ആണെങ്കിലും ഇങ്ങനെ, സൺസെറ്റ് ആണെങ്കിലും ഇങ്ങനെ. അപ്പോൾ എന്തായാലും സൺസെറ്റ് ഏകദേശം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ബൈ പറഞ്ഞു പോന്നു കേട്ടോ. പക്ഷേ ഈ ഒരു പിക്ചർ നോക്കൂ. നമ്മളിപ്പം ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്നവർ എന്തായാലും ഒരു വട്ടമെങ്കിലും വരച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പിക്ചർ. ഒരു കടലിലേക്ക് സൂര്യൻ താന്നു പോകുന്നു, ആ സൂര്യൻ്റെ രശ്മികൾ ഇങ്ങനെ കടലിലൂടെ സ്പ്രെഡായി കരയിലേക്ക് ഒരു വര പോലെ നിൽക്കുന്ന ആ ഒരു പിക്ചർ ഒന്നെങ്കിൽ ഒരു പുഴയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കടലിൽ നിന്നോ എന്തായാലും ഒരു പെയിൻറ്റർ വരച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ദാ സൂര്യൻ ഇങ്ങനെ കടലിലേക്ക് മുങ്ങിത്താഴുകയാണ് കേട്ടോ. ഇതൊരു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യൻ കടലിലേക്കല്ല മുങ്ങിത്താഴുന്നതെന്ന്. പക്ഷേ ആ ഒരു വ്യൂ അങ്ങനെയാണ്. ഇനിയൊരു നല്ലൊരു റേ വരും, അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ചുമന്ന ആകാശം അങ്ങോട്ട് സ്പ്രെഡാവും. അത് കഴിയുമ്പോഴത്തേക്ക് മെല്ലെ സന്ധ്യയായി രാത്രിയായി എല്ലാവരും പല സ്ഥലത്തേക്ക് പോകും. അപ്പോൾ
എന്തായാലും ആ ഒരു കടലിലേക്ക് ജോയിൻ ചെയ്യുന്നത് നമുക്കിന്ന് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഇടയ്ക്ക് നിന്ന് മേഘം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ. എന്തായാലും വന്നതല്ലേ, ഈ ഒരു സമയമൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് നേരം നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നതാണ്, ഏകദേശം 1 മണിയായപ്പോൾ ഇവിടെ വന്നതാണ്. വൈകുന്നേരം ഒരു 5:30-6 മണി വരെ നമ്മൾ വെള്ളത്തിൽ തന്നെയായിരുന്നു. അത്രയും നേരത്തെ വീഡിയോസ് എല്ലാം ഇല്ലല്ലോ. ആദ്യം ഇന്ന് നമ്മൾ 10 മിനിറ്റ് തികച്ച് വീഡിയോ ഇടുന്നില്ല, പക്ഷെ ആ ഒരു 5-6 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയങ്ങൾ ക്യാമറ എടുത്തിട്ടില്ല, നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മൾ സൂര്യനോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് നേരെ പോകുന്നതെന്നറിയാമോ? റൂമിലേക്ക്. കാരണം ഈ 6 മണിക്കൂർ 5 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോഴില്ലേ നമ്മുടെ തലയൊക്കെ നിറച്ച് മണ്ണായിട്ടുണ്ടാവും. അപ്പം ഞാൻ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞില്ലേ നമ്മുടെ ബാത്റൂമിൻ്റെ പ്രത്യേകത. ശമ്പൂട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ കർട്ടൻ മാറ്റിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനത് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ വേഗം ഓടിപ്പോയി. പിന്നെ ഒരു നാണമില്ലാതെ പുറത്തേക്ക് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ പ്രജിയെ പറഞ്ഞ് വിട്ടിട്ട് രണ്ടുപേരും തോർത്തൊക്കെ കൊടുത്ത് കർട്ടനൊക്കെ മൂടി നല്ല കുട്ടികളായിട്ട് കുളിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പ്രജിയുടെ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് അവൻ പിന്നെയും പണ്ടത്തതിൻ്റെ ബാക്കിയായിട്ട് കർട്ടനൊക്കെ ഒളിഞ്ഞു നോക്കി, അവിടുന്ന് നോക്കി ഇവിടുന്ന് നോക്കി തന്നെയാണ് കുളിച്ചത്. കാരണം അവൻ പറയുന്നത് അവനെ ആരോ വന്ന് പിടിച്ചുകൊണ്ട് പോകും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ. പക്ഷേ അത്രയും നേരം വെള്ളത്തിൽ കളിച്ചാലും പിന്നെ ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ കളി തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഡിന്നർ എന്ത് വേണമെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് പോയപ്പോൾ അടിപൊളി ഒരു സ്പോട്ട് കണ്ടു. ഇനി ഒരിക്കൽ കൂടി നമ്മൾ ഹാവ്ലോക്കിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാത്ത 2 കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഈ കഴിച്ച നമ്മൾ ഈ ഫുഡ് മേടിച്ച കടയിലെ സെയിം ഫുഡ്, അതായത് നൂഡിൽസും മോമോസും നമുക്ക് ഒന്നും കൂടെ കഴിക്കണം എന്നുണ്ട്. അതേപോലെ നമ്മൾ നാളെ കാണാൻ പോകുന്ന സ്കൂബ, ഇത് രണ്ടുമാണ്. അതായത് ആ സ്കൂബയുടെ വീഡിയോ ഞാൻ നാളെ ഇടുന്നുള്ളൂ, ഇതിനകത്ത് കുത്തി കയറ്റുന്നില്ല കേട്ടോ. കാരണം അത് നെക്സ്റ്റ് ഡേ സംഭവിച്ചതാണ്. സോ ഇത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഒന്നും കൂടെ ഇങ്ങോട്ട് വരണം എന്ന് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി നമുക്ക് ഇവിടുന്ന് കാണാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള, അത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, അത്രയ്ക്ക് നമുക്ക് എന്താണോ ക്രേവ് ചെയ്യുന്നത് ആ സമയത്ത് അത് തന്നെ കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ചത് ചിക്കൻ മോമോസ് ആണ്. അതിൻ്റെ കൂട്ടത്തെ ചട്നി അടിപൊളി ചട്നി ആയിരുന്നു. പിന്നെ മയോണൈസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് അവർ ഉണ്ടാക്കുന്നതല്ല, പാക്കറ്റായിട്ടുള്ളതാണ്. കാരണം കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ പാക്കറ്റായിട്ടുള്ള മയോണൈസിൽ നിന്ന് അവർ നമുക്ക് കുറച്ച് എടുത്ത് തരും. നമുക്ക് നല്ല എല്ലാവർക്കും കുറച്ച് കൊടുക്കുക ചെയ്യുക, അല്ലാതെ അവിടെ ഫ്രഷ് എഗ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ചട്നിയൊക്കെ അപാര ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ശമ്പൂട്ടൻ അടിപൊളിയായിട്ട് കഴിച്ചു. അവനും ഞാനും ഒരു മോമോ ഫാൻസാണ്. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അവിടുത്തെ നൂഡിൽസും അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്ലേവർഫുള്ളായിട്ടുള്ള, നമുക്കൊരിക്കലും മടുപ്പിക്കാത്ത ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുഡ് കഴിച്ച ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് പുറത്തുകൂടെ ഒക്കെ നടന്നു. നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് നമ്മളെ ഫോളോ ചെയ്ത് നടക്കുന്ന ഒരു പട്ടിക്കുട്ടനുണ്ട്. അവനോട് കുറച്ച് നേരം സംസാരിച്ച് അവന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ എന്തായാലും അടുത്ത ഡേക്കുള്ള പ്ലാനിങ് നടത്തുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഡേയിൽ എന്താണ്, നമുക്ക് സ്കൂബ, അതായത് ഈ ഒരു ട്രിപ്പിൻ്റെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുള്ള സ്കൂബയാണ് നമ്മൾ നാളെ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ടൈമിംഗ് എപ്പോഴാണെന്നറിയോ? നാളെ വെളുപ്പിന് 5:30 ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകണം. എന്നാലാണ് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുക എന്നാണ് നമ്മുടെ ഈ സ്കൂബ ബുക്ക് ചെയ്ത സ്ഥലത്തെ ആൾക്കാർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ശമ്പൂട്ടൻ ഇരുന്ന് ഇന്നത്തെ ഫുൾ എക്സ്പീരിയൻസ് പറയുകയാണ്. ഞാൻ ഇത്ര പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങിയിട്ട് മണ്ണെടുത്ത് മുകളിൽ കൊണ്ടുവന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. എന്തായാലും അവൻ്റെ മനസ്സിൽ ഓർത്ത് നിൽക്കുന്ന ഒരു ട്രിപ്പായിരിക്കും ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാവിയിൽ ഓർത്തില്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒക്കെ കാണിച്ച് എനിക്ക് 2 കൊമ്പ് മുളച്ചോ? ശരി, അങ്ങനെ കാണിച്ച് ഓർമ്മിപ്പിക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഗുഡ് നൈറ്റ്.